അപാരമായ കേൾവിയുടെ ഉടമയാണ്. അള്ള കേൾക്കാത്തതൊന്നുമില്ല, അള്ള കാണാത്തതൊന്നുമില്ല, അള്ളാഹ്ക്ക് കഴിയാത്ത ഒരു സംഗതിയുമില്ല. ഏതുപോലെ അള്ള മാത്രമല്ലേ പടച്ചവൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പടച്ചവനല്ലല്ലോ. ഇതേപോലെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം കേൾക്കുന്നു, എല്ലാം കാണുന്നു, എല്ലാം അറിയുന്നു. അവിടുത്തേക്കും എല്ലാത്തിനും കഴിയുന്നു. അവിടുന്ന് നമുക്ക് ഉത്തരം ചെയ്തുകൊണ്ട് നമ്മെ സഹായിക്കുന്നു എന്ന് പ്രിയപ്പെട്ട മുസ്ലിമേ നമുക്ക് വിശ്വസിക്കാൻ പാടുണ്ടോ? അങ്ങനെ വിശ്വസിക്കാൻ പാടുണ്ടോ? ഇല്ല, ഇല്ല. അപ്പൊ ചില ആളുകൾ പറയുന്നു അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കൊച്ചാക്കലാണ്, അത് നബി തങ്ങളെ ഇടിച്ചു താഴ്ത്തലാണ്, അത് നബി തങ്ങൾക്കുള്ള കഴിവിനെ നിഷേധിക്കലാണ്. അങ്ങനെ വരുമോ? ഒരിക്കലും വരില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഖാലിഖ് എന്ന് വിളിച്ചാൽ തെറ്റല്ലേ? അതേപോലെ തന്നെയാണ് എല്ലാം കേൾക്കുന്നവനെന്ന അർത്ഥത്തിൽ നബിയെ സമീ എന്ന് വിളിച്ചുകൂടാ. ഖുർആനിൽ മനുഷ്യരെ പറ്റി സമീ എന്ന് പറഞ്ഞിട്ടുണ്ട്, ബസീർ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊക്കെ അർത്ഥം വേറെയാണ്. അള്ളാഹു കാണും പോലെ കാണുന്നവനെന്നോ, അള്ളാഹു കേൾക്കും പോലെ ഇല്ലാത്ത കേൾവിയുടെയും കാഴ്ചയുടെയും പരിധിയില്ലാത്ത കഴിവുകളുടെയും ഒക്കെ ഉടമയായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ പോലെ മറ്റാരെങ്കിലും അങ്ങനെ എല്ലാം കേൾക്കുന്നവനുണ്ടെന്ന് വിശ്വസിച്ചാലോ അത് ഇസ്ലാമികമായി അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത മഹാപാതകമായ ശിർക്ക് തന്നെ. പ്രിയപ്പെട്ടവരെ, എല്ലാ രൂപത്തിലുള്ള ആ തർക്കങ്ങളൊന്ന് മാറ്റിവെച്ച് നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ. ഒരു മനുഷ്യൻ ആ വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങിത്താഴാണ്. ഒരു മനുഷ്യൻ വെള്ളത്തിൽപ്പെട്ടു, അയാൾ ശ്വാസം മുട്ടിയിതാ മരിക്കുമെന്ന ഘട്ടം വെള്ളത്തിനടിയിൽ പടയുകയാണ്. ആ സമയത്തതാ ആ മനുഷ്യന്റെ മനസ്സിൽ ഒരു വിളി വരുന്നു, അയാളുടെ മനസ്സിൽ ഒരു തേട്ടം, അല്ലാഹുവേ രക്ഷിക്കണേ എന്ന് ആ വെള്ളത്തിനടിയിൽ കിടക്കുന്ന മനുഷ്യന്റെ മനസ്സിൽ നിന്നൊരു തേട്ടം. എന്താണ് ആ തേടുമ്പോ ആ മനുഷ്യന്റെ മനസ്സിലെ ചിന്ത? ഇതായി വെള്ളത്തിൽ മുങ്ങിത്താണുകൊണ്ടിരിക്കുന്ന എന്നെ എന്റെ റബ്ബ് കാണുന്നുണ്ട്, എന്റെ മനസ്സിന്റെ വികാരങ്ങൾ ആ റബ്ബ് അറിയുന്നുണ്ട്, ഞാൻ അകപ്പെട്ട വിഷമങ്ങളും പ്രയാസങ്ങളും എന്റെ റബ്ബ് കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. എന്റെ റബ്ബ് വിചാരിച്ചാൽ നിഷ്പ്രയാസം, ഒരു പ്രയാസവുമില്ലാതെ എങ്ങനെയെന്ന് എനിക്കറിഞ്ഞൂടാ, ഏതെങ്കിലും ഒരു മാർഗത്തിലൂടെ എന്നെ സഹായിക്കാൻ എന്റെ റബ്ബിന് സാധിക്കും എന്ന അടിയുറച്ച വിശ്വാസത്തോടെയാണ് അതാ വെള്ളത്തിനടിയിൽ മുങ്ങി മരിക്കാൻ പോകുന്ന സഹോദരൻ അള്ളാനോട് തേടുന്നത്. ആർക്കെങ്കിലും അതിൽ തർക്കമുണ്ടോ? ഒരാൾക്കും തർക്കല്ല. അങ്ങനെ തന്നെയാണ് അള്ളാനോട് ഒരാൾ തേടുമ്പോ അവന്റെ മനസ്സിലുള്ള വിശ്വാസം. ഈ സ്ഥാനത്ത് ആ മനുഷ്യന്റെ മനസ്സിൽ എത്രത്തോളം വിനയമാണ് വരുന്നത്, എത്രത്തോളം ഭക്തിയാണ് വരുന്നത്, എത്രത്തോളം താഴ്മയാണ് ഉണ്ടാകുന്നത്. അങ്ങനെ താണ് കേണ് വിനയത്തോടെ, ഭയത്തോടെ, പ്രതീക്ഷയോടെ അതാ റബ്ബേ എന്നെ രക്ഷിക്കണേ എന്ന് പറയുമ്പോ എന്റെ റബ്ബ് എന്നെ കാണുന്നുണ്ട്, എന്റെ അവസ്ഥ അറിയുന്നുണ്ട്, എന്റെ മനസ്സിലെ വികാരങ്ങൾ അറിയുന്നുണ്ട്. ആ നിലക്ക് റബ്ബിനെ കുറിച്ചുള്ള വിശ്വാസമാണുള്ളതെങ്കിൽ അതേ സ്ഥാനത്ത് വെള്ളത്തിൽ അങ്ങനെ മുങ്ങിപ്പോകുന്നവര് മനുഷ്യന്റെ മനസ്സിൽ ആ ഘട്ടത്തിൽ വരികയാണ്, യാ ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, മുഹിയുദ്ദീൻ ശൈഖ് എന്നെ രക്ഷിക്കണേ എന്നാണ് അയാളുടെ മനസ്സിൽ തേട്ടം വന്നതെങ്കിലോ അപ്പൊ അയാളുടെ വിശ്വാസം മാറുമോ? ആ മനുഷ്യനപ്പ എന്താണ് വിശ്വസിക്കുന്നത്? അങ്ങനെ വിളിക്കുന്ന നേരത്ത് നിങ്ങൾ ചിന്തിക്കണം. മുജാഹിദുകളോട് അല്ലെങ്കിൽ സലഫികളോട് വെറുതെ എന്തിന് നമ്മൾ വിദ്വേഷം വെച്ച് പുലർത്തണം? എന്തിന് മറ്റുള്ളവർ പറയുന്ന ആരോപണങ്ങൾ കേട്ട് പറഞ്ഞുകൊണ്ട് നടക്കണം? ചിന്തിക്കൂ പ്രിയപ്പെട്ടവരെ. ആ ഘട്ടത്തിൽ അതാ മുഹയ്യിദ്ദീൻ ശൈഖിനോടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ശക്തിയോട് വിളിച്ച് തേടുന്നവനാണ് ആ വെള്ളത്തിൽ മുങ്ങി ആ ഘട്ടത്തിൽ അങ്ങനെ തേടുന്നതെങ്കിൽ അയാളുടെ മനസ്സിലെ ചിന്ത എന്താണ്? ഇതായി മുങ്ങിത്താകാൻ പോകുന്ന എന്നെ ഇപ്പൊ ശൈഖ് അവറുകൾ കാണുന്നുണ്ട്, എന്റെ അവസ്ഥ അറിയുന്നുണ്ട്, എന്റെ മനസ്സിലെ വികാരങ്ങൾ അറിയുന്നുണ്ട്. ഏതുപോലെ കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളുടെ കൽബകം എന്നോവർ, കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും കൺകൊണ്ട് കണ്ട പോൽ കാട്ടി പറഞ്ഞോവർ. മുഹയ്യിദ്ദീൻ ശൈഖിനെ ബഹുമാനിക്കാൻ എന്ന പേരിൽ
മുഹീദ്ദീൻ മാല ചൊല്ലുന്ന സഹോദരങ്ങളില്ലേ, സഹോദരിമാരില്ലേ, ആലോചിച്ചു നോക്കൂ. ആ വിശ്വാസക്കാരൻ ഇങ്ങനെ വെള്ളത്തിനടിയിൽ ഇങ്ങനെ മുങ്ങിച്ചാകാൻ പോകുന്ന നേരത്ത് അയാൾ വിളിക്കുകയാണ്, യാ ശൈഖ് മുഹ്യിദ്ദീൻ എന്നാണ് അയാൾ വിളിക്കുന്നതെങ്കിൽ അയാൾ വിശ്വസിക്കുകയാണ്, ശൈഖ് അവറുകൾ എന്നെ ഇപ്പൊ കാണുന്നുണ്ട്, എന്റെ ശബ്ദം എന്റെ വികാരങ്ങൾ അറിയുന്നുണ്ട്, എങ്ങനെയെന്ന് എനിക്കറിഞ്ഞുകൂടാ, എങ്ങനെയെങ്കിലും ശൈഖ് അവറുകൾ ഇപ്പൊ എന്നെ രക്ഷിക്കാതിരിക്കില്ല. ഈ വിശ്വാസല്ലേ പ്രിയപ്പെട്ടവരെ ഉള്ളത്? ഇത് ശരിയാണോ? ഇത് ശരിയാണോ പ്രിയപ്പെട്ടവരെ? അള്ളാഹു നൽകിയിട്ടുള്ള ബുദ്ധി കൊണ്ട് ചിന്തിച്ചു നോക്കൂ. അങ്ങനെ ഒരാൾക്ക് അതാ ബഗ്ദാദിൽ മറപെട്ട് കിടക്കുന്ന, ഇറാഖിലെ ബഗ്ദാദിൽ മറപെട്ട് കിടക്കുന്ന ശൈഖ് ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി, ആ മഹാനായ പണ്ഡിതന്, ആ മഹാനായ മനുഷ്യന് ഇവിടെ ഇന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നവന്റെ വിളി കേൾക്കാൻ കഴിയുമോ? ആ ശബ്ദം കേൾക്കാൻ കഴിയുമോ? കാണാൻ കഴിയുമോ? മനുഷ്യരുടെ മനസ്സിലെ വികാരങ്ങൾ അറിയാൻ കഴിയുമോ? സാധ്യമല്ലല്ലോ. കാരണം മനുഷ്യന്മാരുടെ കേൾവിക്ക് പരിധിയുണ്ട്, മനുഷ്യരുടെ കാഴ്ചക്ക് പരിധിയുണ്ട്. എല്ലാവരുടെയും കേൾവിക്കും കാഴ്ചക്കുമൊക്കെ പരിധിയുണ്ട്, പരിമിതികളുണ്ട്. നിങ്ങൾ നോക്കൂ, മനുഷ്യരുടെ കാഴ്ചയുടെയും കേൾവിയുടെയും പരിമിതികൾ എത്രയാണ്? ഒരു മനുഷ്യനോട് നമ്മൾ സംസാരിക്കുമ്പോ അയാൾ കേൾക്കുന്ന സ്ഥലത്ത് വെച്ച് സംസാരിച്ചാലേ അയാൾ കേൾക്കൂ. ഞാൻ നിങ്ങളോട് ഈ സ്പീക്കറിൽ സംസാരിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? സ്പീക്കർ ഇല്ലാതെ സംസാരിച്ചാൽ എന്റെ ശബ്ദത്തിന്റെ പരിധിയിലിരിക്കുന്നവർക്കല്ലാതെ കേൾക്കാനാവില്ല. അത് മനുഷ്യന്റെ കഴിവിന്റെ പരിധിയാണ്, കേൾവിയുടെ പരിധിയാണ്. അതുകൊണ്ടതാ എത്രയോ പരന്നു കിടക്കുന്ന ഈ ആയിരങ്ങളെ കേൾപ്പിക്കണമെങ്കിൽ സ്പീക്കർ വെക്കേണ്ടി വരുന്നു. ഇതേപോലെ തന്നെ അങ്ങനെ ഒരാൾക്കൊരു കാര്യം കാണണമെങ്കിൽ അങ്ങനെ പല സംവിധാനങ്ങളും ആവശ്യമായി വരികയാണ്. അതേ അവസരത്തിൽ പരിധിയില്ലാതെ ലോകത്തെ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലാഹുവാണ്, എല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നത് അള്ളയാണ്, എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അള്ളയാണ്. അതേപോലെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ചെങ്കിലും സ്വഹാബത്തെങ്കിലും വിശ്വസിച്ചിരുന്നുവോ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ ചിന്തിക്കൂ. ഇന്ന് ബഗ്ദാദിൽ മറവിട്ട് കിടക്കുന്ന മുഹീദ്ദീൻ ശൈഖിനെ വിളിച്ചിട്ട് കുത്തുബിയത്ത് ചൊല്ലിയിട്ട് പറയാണ്, 1000 വട്ടം വിളിക്കുകയാണ്, യാ ഔസു യാ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. വീടിന് കുടിയിരിക്കുമ്പോ, അതാ വീട്ടിൽ താമസമാക്കുമ്പോ, ഗൾഫിലേക്ക് യാത്ര പുറപ്പെടുമ്പോ, എത്രത്തോളം അല്ലാഹുവിന്റെ പവിത്രമായ പരിശുദ്ധ കഅബാലയത്തിന്റെ സമീപത്തേക്ക്, പുണ്യഭൂമികളിലേക്ക് ഹജ്ജിന് പുറപ്പെടുന്ന ഹാജിമാര് വരെ വീട്ടിൽ നിന്ന് കുത്തുബിയത്തും ചൊല്ലിയിട്ടല്ലേ പലപ്പോഴും പുറപ്പെടുന്നത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതാ മഹാനായ ശൈഖ് ജീലാനിയെ വിളിച്ചുകൊണ്ടല്ലേ പറയുന്നത്. സങ്കടം പറയാണ്, അവരെ വിളിച്ചുകൊണ്ട് പറയാണ്. എന്താ പറയുന്നത്? ഇതാ നിങ്ങൾ എന്റെ പ്രയാസങ്ങൾ, എന്റെ പ്രശ്നങ്ങൾ തീർത്തു തരണം എന്ന നിലക്ക് അങ്ങനെ നിങ്ങൾ വിളിച്ചോളൂ എന്ന് ശൈഖ് അവറുകൾ പറഞ്ഞിട്ടുണ്ട് പോലും. مسرعا من أجل دعوته فليدعو يا عبد القادر محي الدين. 1000 വട്ടം നിങ്ങൾ എന്നെ വിളിച്ചാൽ, ശൈഖ് അവറുകൾ പറയുകയാണ് പോലും. നിങ്ങൾ നോക്കൂ, മഹാന്മാരുടെയൊക്കെ പേരിൽ പലതും പറയാറുണ്ട്. നിങ്ങൾ ലോകത്ത് കാണുന്നില്ലേ, ക്രൈസ്തവ സമൂഹം ഈസാ അലൈഹിസ്സലാമിനെ യേശു എന്ന് പേരിട്ട് കർത്താവേ എന്ന് വിളിച്ചുകൊണ്ട് യേശുവിനോട് പ്രാർത്ഥിക്കുന്നു. മറിയം അലൈഹിസ്സലാം എന്ന് മുസ്ലിമീങ്ങൾ ബഹുമാനത്തോടുകൂടി വിശ്വസിക്കുന്ന മറിയം ദേവിയെ മേരി മാതാവെന്ന് വിളിച്ചുകൊണ്ട് കന്യാമറിയമെ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ക്രൈസ്തവ സുഹൃത്തുക്കൾ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇസ്ലാമാണോ? ഒരിക്കലുമല്ലല്ലോ. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരിക്കലും തന്റെ അനുയായികളോട് പറഞ്ഞിട്ടില്ല, നിങ്ങൾ റബ്ബിന് പുറമെ എന്നോട് വിളിച്ചു പ്രാർത്ഥിക്കണം എന്ന്. മറിയം ബീവി ഒരിക്കലും തന്റെ ജനങ്ങളോട് പറഞ്ഞിട്ടില്ല, നിങ്ങൾ എന്നെയും എന്റെ മകനെയും ആരാധിക്കണം, എന്നെയും എന്റെ മകനെയും പൂജിക്കണം, എന്നോടും എന്റെ മകനോടും പ്രാർത്ഥിക്കണം, എനിക്കും എന്റെ മകനും വേണ്ടി നിങ്ങൾ നേർച്ച ചെയ്യണമെന്ന് ഒരിക്കലും മറിയം ബീവി പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷേ ആ ഈസാ അലൈഹിസ്സലാമിന്റെ പേരിൽ ഊറ്റം കൊള്ളുന്ന യേശു എന്ന് പറഞ്ഞുകൊണ്ട് ഈസാ അലൈഹിസ്സലാം എന്ന് നമ്മൾ ബഹുമാനത്തോടെ പറയുന്ന ആ നബിയുടെ പാരമ്പര്യം അവകാശപ്പെടുന്ന ആളുകളതാ ഈസാ അലൈഹിസ്സലാമിനെ വിളിച്ചു പ്രാർത്ഥിക്കുകയാണ്, മറിയം ബീവിയെ വിളിച്ചു പ്രാർത്ഥിക്കുകയാണ്. ആ
മഹാനായ നബിയോ ആ മഹദിയോ ഇതിനൊന്നും ഉത്തരവാദികളല്ലല്ലോ. അതേപോലെ ശൈഖ് ജീലാനി അതാ ഈ ലോകത്തുള്ള യഥാർത്ഥമായ ദീനജനങ്ങൾക്ക് പകർന്നു കൊടുത്തുകൊണ്ട് വഫാത്തായി പോയി.